നമസ്കാരം. ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മേയർ സുരേഷ് ഗോപി ബന്ധത്തിൽ കടുത്ത നിലപാടുമായി CPI. മുൻധാരണ പ്രകാരം കാലാവധി പൂർത്തിയാക്കിയ MK വർഗീസ് മേയർ പദവി ഒഴിയണമെന്ന് CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്. തൃശൂരിലെ തോൽവിക്ക് മേയറുടെ നിലപാടും കാരണമായെന്ന് വത്സരാജ്. തൃശൂരിൽ വീണ്ടും ആവേശം മോഡൽ പാർട്ടി നടത്താൻ ശ്രമം. 32 പേർ തൃശൂർ ഈസ്റ്റ് പോലീസിന്റെ പിടിയിൽ. പിടിയിലായത് കുപ്രസിദ്ധ ഗുണ്ട തീക്കാറ്റ് സാജന്റെ ബർത്ത്ഡേ പാർട്ടി ആഘോഷിക്കാനെത്തിയവർ. ശ്രമം പൊളിഞ്ഞത് ഇന്റലിജൻസിന്റെയും ഈസ്റ്റ് പോലീസിന്റെയും സമയോചിത ഇടപെടലിൽ. തൃശൂർ ഈസ്റ്റ് സ്റ്റേഷനും കമ്മീഷണർ ഓഫീസും ബോംബ് വെച്ച് തകർക്കുമെന്ന ഭീഷണി ഉയർത്തി ഗുണ്ട നേതാവ് തീക്കാറ്റ് സാജൻ. സംഭവത്തിൽ തൃശൂർ ഈസ്റ്റ് വെസ്റ്റ് സ്റ്റേഷനുകൾ സാജനെതിരെ കേസെടുത്തു. ചെറുതുരുത്തി കൊച്ചിൻ പാലത്തിന് സമീപം മധ്യവയസ്കയെ മരിച്ച നിലയിൽ കണ്ടെത്തി. ചെറുതുരുത്തി മേഖലയിൽ ഭിക്ഷാടനം നടത്തിവരുന്ന 50 വയസ്സുള്ള സെൽവിയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. മരണകാരണം വ്യക്തമല്ല. സംഭവത്തിൽ ചെറുതുരുത്തി പോലീസ് അന്വേഷണം ആരംഭിച്ചു. തൃശൂരിൽ മകൾ മരിച്ച വിവരമറിഞ്ഞ് തളർന്നു വീണ ചികിത്സയിലായിരുന്ന മാതാവ് മരിച്ചു. തൃശൂർ ചാവക്കാട് കടപ്പുറം സ്വദേശി 75 വയസ്സുള്ള നഫീസയാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസമാണ് മകൾ ആരിഫ മരിച്ചത്. വാർത്തകൾ വിശദമായി. മേയർ സുരേഷ് ഗോപി ബന്ധത്തിനെതിരെ കടുത്ത നിലപാടുമായി CPI. മുൻധാരണ പ്രകാരം കാലാവധി പൂർത്തിയാക്കിയ MK വർഗീസ് മേയർ പദവി ഒഴിയണമെന്ന് ജില്ലാ സെക്രട്ടറി KK വത്സരാജ്. തൃശൂരിലെ തോൽവിക്ക് മേയറുടെ നിലപാടും കാരണമായെന്നും വത്സരാജ് ആരോപിച്ചു. കേന്ദ്രമന്ത്രി ജനപ്രതിനിധി എന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളെ ഒരു മേയറും ഭരണ സംവിധാനമൊക്കെ അതിൻ്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തിക്കൊണ്ട് പിന്തുണയ്ക്കുകയും അവരുടെ പിന്തുണ സ്വീകരിക്കുകയൊക്കെ ചെയ്യേണ്ടത് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ഒഴിവാക്കണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. CPIയെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രമന്ത്രി എന്ന രീതിയിൽ സുരേഷ് ഗോപി ഈ പ്രദേശത്ത് പ്രത്യേകിച്ച് കോർപ്പറേഷനിലൊക്കെ കൊണ്ടുവരുന്ന എന്തെങ്കിലും പ്രവർത്തനങ്ങളുണ്ടെങ്കിൽ അതിനെ സ്വീകരിക്കുകയും അതിനെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് വിരോധമുള്ള കാര്യമല്ല. രാഷ്ട്രീയമായിട്ടാണ് ഞങ്ങൾ അത്തരം കാര്യങ്ങൾ കാണുന്നത്. ഒഴിയാൻ തയ്യാറായില്ലെങ്കിൽ എന്തെന്നുള്ളത് പിന്നെ ഞങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയൊക്കെ ആലോചിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. തൃശൂരിൽ വീണ്ടും ആവേശം മോഡൽ ഗുണ്ട പാർട്ടി നടത്താൻ ശ്രമം. തൃശൂർ തേക്കിൻകാട് മൈതാനിയിലെ തെക്കേ ഗോപുരനടയിൽ സംഘടിപ്പിച്ച ആവേശം മോഡൽ പാർട്ടി പോലീസിന്റെ സമയോചിത ഇടപെടലിൽ പൊളിഞ്ഞു. സംഭവത്തിൽ 32 പേർ തൃശൂർ ഈസ്റ്റ് പോലീസിന്റെ പിടിയിലായി. തൃശൂർ പുത്തൂർ സ്വദേശിയായ ഗുണ്ട തലവൻ തീക്കാറ്റ് സാജന്റെ പിറന്നാളാഘോഷത്തിനാണ് യുവാക്കൾ പട്ടാപ്പകൽ തേക്കിൻകാട് മൈതാനിയിൽ അണിനിരന്നത്. ഇൻസ്റ്റഗ്രാമിൽ തീക്കാറ്റ് സാജന്റെ റീലുകൾ കണ്ട് ആകൃഷ്ടരായവരാണ് പാർട്ടിക്ക് എത്തിയ 32 പേരും. ഇൻസ്റ്റഗ്രാമിൽ ഫോളോവേഴ്സ് ആയിരുന്ന യുവാക്കളെ ചേർത്ത് തീക്കാറ്റ് സാജൻ പിന്നീട് വാട്സപ്പ് ഗ്രൂപ്പും ഉണ്ടാക്കിയിരുന്നു. ഈ ഗ്രൂപ്പിൽ സാജൻ നൽകിയ നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് യുവാക്കൾ ബർത്ത്ഡേ പാർട്ടി ആഘോഷിക്കാനെത്തിയത്. തങ്ങളുടെ ആരാധ്യ പുരുഷനെ നേരിൽ കാണാനും ബർത്ത്ഡേ പാർട്ടിയിൽ പങ്കെടുക്കാനും എത്തിയതാണ് ഒരു കേസിൽ പോലും പ്രതികളല്ലാത്ത യുവാക്കൾ അത്രയും. കേക്ക് വാങ്ങാൻ ചില യുവാക്കൾ പോയി തിരികെ എത്തുന്നതിന് മുൻപേ സംഭവം പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗം മണത്തറിഞ്ഞു. നിമിഷങ്ങൾക്കകം തൃശൂർ ഈസ്റ്റ് പോലീസിന്റെ നേതൃത്വത്തിൽ 4 വാഹനങ്ങളിലായെത്തിയ പോലീസ് പാർട്ടിക്കെത്തിയ സംഘത്തെ വളഞ്ഞു. ഇതിനിടെ യുവാക്കൾ രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും ചുറ്റുപാടും വളഞ്ഞ പോലീസ് എല്ലാവരെയും പിടികൂടി. തീക്കാറ്റ് സാജൻ സിനിമാ സ്റ്റൈലിൽ തേക്കിൻകാട് മൈതാനിയിലെത്താനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. എന്നാൽ സംഘാംഗങ്ങളെ പോലീസ് പിടികൂടിയതറിഞ്ഞതോടെ ഇയാൾ ഇവിടേക്ക് വരാതെ രക്ഷപ്പെട്ടു. പിടിയിലായ 32 പേരിൽ പ്രായപൂർത്തിയാകാത്ത 18 പേരെ രക്ഷിതാക്കളെ വിളിച്ചു വരുത്തിയ ശേഷം പറഞ്ഞയച്ചു. അനധികൃതമായ സംഘം ചേർന്നതിന്റെ പേരിൽ ശേഷിച്ച 14 പേരുടെ പേരിൽ കേസെടുത്ത് വിട്ടയച്ചു. തൃശൂർ ഈസ്റ്റ് സ്റ്റേഷനും കമ്മീഷണർ ഓഫീസും ബോംബ് വെച്ച് തകർക്കുമെന്ന് ഗുണ്ട നേതാവ് തീക്കാറ്റ് സാജൻ പോലീസിനെ ഫോണിൽ ഭീഷണിപ്പെടുത്തി. സംഭവത്തിൽ തൃശൂർ ഈസ്റ്റ് വെസ്റ്റ് സ്റ്റേഷനുകൾ സാജനെതിരെ കേസെടുത്തു. നേരത്തെ തൃശൂർ കുറ്റൂർ പാടശേഖരത്തിന് നടുവിൽ മറ്റൊരു ഗുണ്ടയുടെ നേതൃത്വത്തിൽ ആവേശം മോഡൽ പാർട്ടി നടത്തിയത് ഏറെ വിവാദമായിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ചെറുതുരുത്തി കൊച്ചിൻ പാലത്തിന് സമീപം മധ്യവയസ്കയെ മരിച്ച നിലയിൽ കണ്ടെത്തി. ചെറുതുരുത്തി മേഖലയിൽ ഭിക്ഷാടനം നടത്തിവരുന്ന 50 വയസ്സുള്ള സെൽവിയെയാണ് കൊച്ചിൻ പാലത്തിന് സമീപം ബസ് സ്റ്റോപ്പിൽ തിങ്കളാഴ്ച രാവിലെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സെൽവി തമിഴ് ഭാഷയിലാണ് സംസാരിച്ചിരുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു. ചെറുതുരുത്തി പോലീസ് സംഭവസ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. PSC അംഗത്വം വാഗ്ദാനം ചെയ്ത് കോഴ കൈപ്പറ്റിയെന്ന ആരോപണം നേരിടുന്ന പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പാലക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. പ്രതിഷേധക്കാർ മന്ത്രിയുടെ കോലം കത്തിച്ചു. പാലക്കാട് സ്റ്റേഡിയം പരിസരത്ത് നടന്ന പ്രതിഷേധ യോഗം DCC പ്രസിഡന്റ് A. തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാർ നീറ്റും നെറ്റും വിറ്റ് കാശാക്കിയെങ്കിൽ PSC സംവിധാനത്തെ മുഖ്യമന്ത്രിയും മരുമകനും വിറ്റ് കാശാക്കുകയാണ്.
കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലാത്ത വിൽപ്പനയും കോഴ വാങ്ങലുമാണ് ഇടതു സർക്കാരിന്റെ കീഴിൽ നടക്കുന്നത്. CPM തന്നെ പ്രതിസ്ഥാനത്തെത്തുന്ന കഥകൾ പുറത്തുവരാൻ ഇടയാക്കിയത് പാർട്ടിക്കുള്ളിലെ ഗ്രൂപ്പിസമാണ്. എന്തു നെറികേട് കാണിച്ചാലും പാർട്ടി അന്വേഷിച്ചാൽ മതിയെന്നത് പ്രതികളെ രക്ഷിക്കാനാണെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ DCC പ്രസിഡന്റ് A. തങ്കപ്പൻ പറഞ്ഞു. PSC പോലും അല്ല അപ്പോയിന്റ്മെന്റിന് പോലും കള്ളത്തരം കാണിച്ചാൽ ആ PSCയിലുള്ള എന്താണ് നടക്കുന്നതെന്ന് ബോധിച്ചാൽ മതി. കാരണം ഇന്നത്തെ PSC 8 വർഷമായി അതിനകത്ത് ഏകപക്ഷീയമായ മെമ്പറുമാണ് അവിടെ ഉള്ളത്. ഇടതുപക്ഷത്തിന്റെ മാത്രം മെമ്പർമാരാണ്. അതുകൊണ്ട് തന്നെ അതിൽ ആ PSCയിൽ അഴിമതി 100% ഉണ്ട്. അത് മാത്രമല്ല, നമുക്കറിയാം ഈ കേന്ദ്രത്തിൽ നീറ്റിന്റെ അഴിമതി അതിന് വെല്ലുന്ന രീതിയിൽ PSC അഴിമതിയായി മാറുന്നു എന്നുള്ള തെളിവാണ് മെമ്പർമാരെ വെക്കാനുള്ള ഈ പറയുന്ന 60 ലക്ഷം കോഴ. പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CV സതീഷ് അധ്യക്ഷനായി. ബോബൻ മാട്ടുമന്ത, C. കിദർ മുഹമ്മദ്, പുത്തന്നൂർ രമേശ്, ശൈലജ, SM താഹ, അനിൽ ബാലൻ, S. സേവ്യർ, FB ബഷീർ, D. സജിത് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മകൾ മരിച്ച വിവരമറിഞ്ഞ് തളർന്നു വീണ് ചികിത്സയിലായിരുന്ന മാതാവും മരിച്ചു. തൃശൂർ ചാവക്കാട് കടപ്പുറം സ്വദേശി 75 വയസ്സുള്ള നഫീസയാണ് മരിച്ചത്. തീവ്രപരിചരണ വിഭാഗത്തിലിരിക്കെ ഞായറാഴ്ച രാത്രിയാണ് മരണം സംഭവിച്ചത്. മകൾ ആരിഫയുടെ കബറടക്കം ശനിയാഴ്ചയാണ് കടപ്പുറം ആറങ്ങാടി ഉപ്പാപ്പ പള്ളി ഖബർസ്ഥാനിൽ നടന്നത്. മകളുടെ ഖബറിനടുത്ത് തന്നെ മാതാവിനെയും ഖബറടക്കി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വോട്ടർമാർക്ക് നന്ദി അറിയിച്ച് VK ശ്രീകണ്ഠൻ MPയുടെ പര്യടനം. പട്ടാമ്പി മുനിസിപ്പാലിറ്റി, മുതുതല, ഓങ്ങല്ലൂർ പഞ്ചായത്തുകളിലായിരുന്നു പര്യടനം നടന്നത്. ആവേശോജ്വലമായ വരവേൽപ്പായിരുന്നു VK ശ്രീകണ്ഠൻ MPയുടെ പര്യടനത്തിലുടനീളം കാണാനായത്. പട്ടാമ്പി മുനിസിപ്പൽ പരിധിയിൽ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി. VK ശ്രീകണ്ഠൻ MP സംസാരിച്ചു. ആ പോരാട്ടം ആരംഭിച്ചിട്ട് ഈ രാജ്യത്തിന്റെ ഭരണഘടന നിലനിർത്തും, ഈ രാജ്യത്തെ ഏകോദര സാഹോദര്യം നിലനിർത്തും, ഈ രാജ്യത്തെ മതേതരത്വം നിലനിർത്തും, എല്ലാവർക്കും തുല്യ അവകാശമാണ്. അവരെയൊന്നും സൈഡ് ലൈൻ ചെയ്യാൻ, പാർശ്വവൽക്കരിക്കാൻ കഴിയില്ല. ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷത്തിന്റെ ശബ്ദം എന്ന് വെച്ചാൽ ജനങ്ങളുടെ ശബ്ദമാണ്. അത് കേട്ടേ മതിയാവൂ എന്ന് നരേന്ദ്രമോദിയുടെ മുഖത്തു നോക്കി പ്രസംഗിച്ച് ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളുടെയും പ്രതിനിധാനം ചെയ്ത് സംസാരിച്ച ആളാണ് ശ്രീ രാഹുൽ ഗാന്ധി. KR നാരായണസ്വാമി, CA റാസി, C. സംഗീത, KP വാപ്പൂട്ടി തുടങ്ങിയവർ സംസാരിച്ചു. ഓങ്ങല്ലൂർ മുതുതല പഞ്ചായത്ത് പരിധിയിലെ വിവിധ കേന്ദ്രങ്ങളിലും MP പര്യടനം നടത്തി. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. തൃശൂർ അരിമ്പൂർ എറവിൽ കനത്ത മഴയിൽ റോഡിന് കുറുകെ വീണുകിടന്ന തെങ്ങിൽ ബൈക്ക് ഇടിച്ച് ബൈക്ക് യാത്രക്കാരന് പരിക്ക്. അരിമ്പൂർ കൈപ്പിള്ളി സ്വദേശി നിജിനാണ് പരിക്കേറ്റത്. തൃശൂർ കാഞ്ഞാണി റൂട്ടിലെ സ്വകാര്യ ബസ്സിലെ ഡ്രൈവറാണ് നിജിൻ. ജോലിക്ക് പോകുമ്പോഴാണ് അപകടം. തലയ്ക്ക് പരിക്കേറ്റ യുവാവിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പുലർച്ചെ 5:45 സംഭവം. എറവ് കൈപ്പിള്ളി റോഡിൽ എറവ് അകമ്പാടത്തിന് സമീപമാണ് അപകടം നടന്നത്. ശക്തമായ കാറ്റിലും മഴയിലും പുലർച്ചെ വീണ തെങ്ങാണ് അപകടമുണ്ടാക്കിയത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തിരുവിലാമല ശ്രീരാമക്ഷേത്രം കേന്ദ്രീകരിച്ചുള്ള 4 അമ്പല ദർശനത്തിനു വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിക്കഴിഞ്ഞതായി കൊച്ചിൻ ദേവസ്വം പ്രസിഡന്റ് ഡോക്ടർ MK സുദർശൻ. പാലക്കാട് കേന്ദ്രീകരിച്ചുള്ള 4 അമ്പല ദർശനം കർക്കിടകം 1 മുതൽ ആരംഭിക്കുമെന്നും ഡോക്ടർ സുദർശൻ പാലക്കാട്ട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 2022 മുതലാണ് പാലക്കാട് ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുള്ള 4 അമ്പല ദർശനത്തിന് തുടക്കം കുറിച്ചത്. തിരുവല്ലോമല ശ്രീരാമ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് കുഴൽമന്നം, പുൽപ്പുരമന്നം ഭരതക്ഷേത്രം, കുത്തന്നൂർ കൽക്കുളത്ത് ശത്രുഘ്ന ക്ഷേത്ര ദർശനവും കഴിഞ്ഞ് തിരുവല്ലോമല ക്ഷേത്രത്തിൽ തിരിച്ചെത്തുന്നതോടെയാണ് 4 അമ്പല ദർശനം പൂർത്തിയാവുന്നത്. ശ്രീരാമൻ, ലക്ഷ്മണൻ, ഹനുമാൻ പ്രതിഷ്ഠകളെ തൊഴാനുള്ള സൗകര്യം തിരുവല്ലോമല ക്ഷേത്രത്തിലുള്ളതാണ് 4 അമ്പല ദർശനത്തെ വേറിട്ടതാക്കുന്നത്. ഭക്തർക്ക് ആവശ്യമായ പ്രാഥമിക സൗകര്യവും യാത്രാ സൗകര്യവും ആരോഗ്യ പരിശോധനാ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. 20 കിലോമീറ്റർ ചുറ്റളവിൽ 4 അമ്പല ദർശനം നടത്താനുള്ള ഗതാഗത സൗകര്യത്തിനായി KSRTCയുമായി സംസാരിച്ചിട്ടുണ്ട്. കർക്കിടക മാസം മുഴുവനും തിരുവല്ലാമലയിൽ ഭക്ഷണ വിതരണം നടത്തുമെന്നും സുദർശൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നവർക്ക് പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാനുള്ള അതിനുള്ള സൗകര്യങ്ങൾ ഇപ്പോൾ ഇത്തവണ കൂടുതൽ ടോയ്ലറ്റ്സ് അതിനോടനുബന്ധിച്ച് നിർമ്മിച്ചിട്ടുണ്ട്. അതുപോലെ ടൂറിസം വകുപ്പിന്റെ ടോയ്ലറ്റ് ഏകദേശം പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട്. അത് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഭക്തജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം, അന്നദാനം 31 ദിവസം നമ്മൾ അന്നദാനം നടത്തുന്നുണ്ട്. അതുപോലെ കുടിവെള്ളം, മറ്റ് സൗകര്യങ്ങൾ അതിനോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുണ്ട്. സുരക്ഷാ സംവിധാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് കത്തറപാടുകൾ നടത്തിയിട്ടുണ്ട്. അതിനനുസരിച്ച് എല്ലാ തവണയും പോലെ നല്ല രീതിയിലുള്ള സഹകരണം നമ്മൾ പ്രതീക്ഷിക്കുന്നു.
കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ പ്രേംരാജ് ചുണ്ടാലത്ത്, ദേവസ്വം ബോർഡ് സെക്രട്ടറി പി ബിന്ദു, തിരുവല്ലാമല ഗ്രൂപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ കെ കാല, തിരുവല്ലാമല ക്ഷേത്രം മാനേജർ മനോജ് കെ നായർ, ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി കമ്മീഷണർ കെ സുനിൽകുമാർ, ക്ഷേത്രം ഭാരവാഹികൾ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മങ്കര കാരാട്ട് EAS നഗറിൽ മലമ്പുഴ കനാൽ റോഡിന് സമീപം അപകട ഭീഷണി ഉയർത്തി 50 വർഷം പഴക്കം ചെന്ന കൂറ്റൻ മാവ്. മാസങ്ങൾക്ക് മുൻപ് മരത്തിന്റെ പ്രധാന ചില്ലകൾ തകർന്നു വീണ് തലനാരിഴയ്ക്കാണ് ഇരുചക്രവാഹന യാത്രികർ രക്ഷപ്പെട്ടത്. അപകട ഭീഷണിയായ മരം വെട്ടിമാറ്റാനായി അധികൃതരുടെ ഭാഗത്തു നിന്നും ഉടൻ നടപടിയുണ്ടാകണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ബലക്ഷയം ബാധിച്ച മരം ഉടൻ വെട്ടിമാറ്റണമെന്നാവശ്യപ്പെട്ട് സമീപവാസികളും വാർഡ് മെമ്പറും മലമ്പുഴ ഇറിഗേഷൻ അധികാരികൾക്ക് പരാതി നൽകിയതാണ്. നാളിതുവരെ അധികൃതരുടെ ഭാഗത്തു നിന്നും യാതൊരു നടപടികളും ഉണ്ടായില്ല. വലിയ മരത്തിന്റെ ഇരുവശങ്ങളിലുമായി 3ഓളം കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. കൂടാതെ അംഗൻവാടി കെട്ടിടവും വായനശാലയും സ്ഥിതി ചെയ്യുന്നുണ്ട്. ദിവസേന നിരവധി കണക്കിന് വാഹനങ്ങളാണ് കനാൽ റോഡിലൂടെ കടന്നുപോകുന്നത്. അതിനു പുറമെ വൈദ്യുതി ലൈനും മരത്തിന്റെ സമീപത്തൂടെ കടന്നുപോകുന്നു. കാറ്റും മഴയും എത്തുമ്പോൾ സമീപത്തെ പ്രദേശവാസികൾ ആശങ്കയിലാണ്. ഇറിഗേഷൻ അധികാരികളുടെ ഭാഗത്തു നിന്നും മരം വെട്ടിമാറ്റാനുള്ള നടപടി ഉടൻ ഉണ്ടാവണമെന്നാണ് ഇവരുടെ ആവശ്യം. കഴിഞ്ഞ 3 മാസം മുമ്പ് മരത്തിന്റെ പ്രധാനപ്പെട്ട ചില്ല താഴ്ന്നു വീഴുകയുണ്ടായി. പരിസരത്ത് അംഗൻവാടി കെട്ടിടവും അതിൻ്റെ അപ്പുറത്ത് വായനശാലയും 3-4 കുടുംബത്തോടെ താമസിക്കുന്ന വീടുകളുമുണ്ട്. വലിയ ദുരന്തത്തിൽ നിന്നാണ് അന്ന് ആളുകൾ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടത്. അത് സംബന്ധിച്ച് അന്ന് തന്നെ മലമ്പുഴ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എഞ്ചിനീയർക്ക് പൊതുവായിട്ടൊരു പരാതി അന്ന് തന്നെ സമർപ്പിച്ചതാണ്. എന്നാൽ 3 മാസം കഴിഞ്ഞിട്ടും മരം വെട്ടിമാറ്റുന്നതിന് വേണ്ടിയുള്ള യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വെൽഫെയർ പാർട്ടിയുടെ സേവന വിഭാഗമായ ടീം വെൽഫെയറിന്റെ നേതൃത്വത്തിൽ പത്തിരിപ്പാല തെഞ്ചേരിക്കുളം ശുചീകരിച്ചു. മണ്ണൂർ പഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്ന തെഞ്ചേരിക്കുളത്തിൽ 8 മണിക്കൂർ നീണ്ട പ്രവർത്തനത്തിലൂടെയാണ് പൂർണ്ണമായും പായലും ചണ്ടിയും നീക്കി ശുചീകരിച്ചത്. വർഷങ്ങളായി കുട്ടികൾക്ക് നീന്തൽ പരിശീലനത്തിന് ഉപയോഗിച്ചു വരുന്ന കുളമാണിത്. മാസങ്ങളായി ചണ്ടി മൂടിയതിനാൽ കുളിക്കാനും നീന്തൽ പരിശീലനത്തിനും ഏറെ പ്രയാസം സൃഷ്ടിച്ചിരുന്നു. ഇതേ തുടർന്നാണ് ടീം വെൽഫെയറിന്റെ സേവന വിഭാഗം നീന്തൽക്കുളം ശുചീകരിക്കാൻ മുന്നിട്ടിറങ്ങിയത്. ടീം വെൽഫെയറിന്റെ പ്രവർത്തകർ ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നായി രാവിലെ തന്നെ എത്തിയിരുന്നു. ജില്ലാ ക്യാപ്റ്റൻ ബാബു തരൂർ, വൈസ് ക്യാപ്റ്റൻ മുസ്തഫ മലമ്പുഴ, വെൽഫെയർ പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി മോഹൻദാസ് പർലി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ശുചീകരണം. ഈ കുളത്തിൽ ചണ്ടി നിറഞ്ഞുകൊണ്ട് അത് കുട്ടികൾക്ക് പഠിക്കാൻ കഴിയാത്തൊരവസ്ഥയാണ്. അപ്പോഴാണ് ടീം വെൽഫെയർ എന്ന NGO ഈ കാര്യം ഏറ്റെടുക്കുന്നു, ഈ ദൗത്യം ഏറ്റെടുക്കുന്നു. തീർച്ചയായിട്ടും നാട്ടുകാരുടെയും ക്ലബിൻ്റെയും സഹകരണം ഉണ്ടെന്ന് കരുതിയാണ് ഇവിടെ എത്തിയത്. പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ് ഏകദേശം 30,000 ആൾക്കാരാണ് വർഷം തോറും മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും വലിയൊരു ജീവകാരുണ്യ പ്രവർത്തനമാണ് ഇത് നടക്കുന്നത്. അപ്പോൾ ഇതിൽ എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ജാഫർ പത്രിപ്പാല, സദക്കത്ത്, ഫെൻസിയ, റുക്സാന, റഫീഖ് പത്തനാപുരം, ഫൈസൽ, അനസ്, ഷംസുദ്ദീൻ മാങ്കുറിശി, ഷിഹാബ്, നാസർ, ജാഫർ കമ്പ, ഉസ്മാൻ, അബ്ദുൾ റബ്, നബീസ തരൂർ, സഫിയ തരൂർ എന്നിവർ ശുചീകരണ പ്രവർത്തനത്തിൽ പങ്കാളിയായി. സൗജന്യമായി നീന്തൽ പരിശീലിപ്പിക്കുന്ന ഹസീനയെ ടീം വെൽഫെയറിനു വേണ്ടി ജില്ലാ സെക്രട്ടറി മോഹൻദാസ് ഉപഹാരം നൽകി അനുമോദിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഷൊർണൂർ കല്ലിപ്പാടം NSS കരയോഗം തിരഞ്ഞെടുപ്പ് പൊതുയോഗം നടന്നു. കല്ലിപ്പാടം കരയോഗ മന്ദിരത്തിൽ നടന്ന യോഗം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് P. നാരായണൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് E. ജയകൃഷ്ണൻ സ്വാഗതം പറഞ്ഞ യോഗത്തിൽ പ്രസിഡന്റ് V. രാധാകൃഷ്ണൻ നായർ അധ്യക്ഷനായി. ഒറ്റപ്പാലം താലൂക്ക് യൂണിയൻ സെക്രട്ടറി M. ജയചന്ദ്രന്റെ നേതൃത്വത്തിൽ പുതിയ 9 അംഗ ഭരണസമിതിയെ തിരഞ്ഞെടുത്തു. ആ പാർട്ടിയിൽ വരെയുള്ള ആൾക്കാരെ വിശ്വാസികളായ ആളുകൾ ആ പാർട്ടിയെ വിട്ടുപോകേണ്ട സാഹചര്യം വരെ ഉണ്ടാക്കിയ ഒരു അവസ്ഥയിലേക്ക് എത്തി. കാര്യം നമുക്ക് നമ്മുടെ വിശ്വാസം ഇതൊക്കെയാണ് നമുക്ക് വലുത്. അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ നമ്മൾ ഒന്നായി നമുക്ക് ഇറങ്ങാൻ സാധിച്ചു. അപ്പോൾ നമ്മുടെ സംഘടനയുടെ ശക്തി അല്ലെങ്കിൽ ആ സംഘടിച്ചവരുടെ ശക്തിയുടെ പരിണിത ഫലമാണ് ഇപ്പോൾ അവിടെ കയറുന്നുണ്ട്. ആരെങ്കിലും ഇപ്പം അങ്ങോട്ട് ശബരിമലയിൽ കയറണമെന്ന് പറഞ്ഞ് ആരെങ്കിലും കൂടി ചെന്ന് അവരെ തല്ലി ഓടിക്കുന്ന സാഹചര്യത്തിലുണ്ടായി. N. രാജഗോപാലനെ സെക്രട്ടറിയായും V. രാധാകൃഷ്ണനെ പ്രസിഡന്റായും E. ജയകൃഷ്ണനെ വൈസ് പ്രസിഡന്റായും AK. മണികണ്ഠനെ ജോയിന്റ് സെക്രട്ടറിയായും K. ശിവരാമനെ ട്രഷററായും P. മുരളീധരൻ, രാജീവ്, ശിവദാസൻ, രാജേഷ് എന്നിവരെ കമ്മിറ്റി അംഗങ്ങളായും N. രാജഗോപാലൻ, V. രാധാകൃഷ്ണൻ എന്നിവരെ താലൂക്ക് പ്രതിനിധികളായും N. രാജഗോപാലനെ ഇലക്ട്രൽ റോൾ മെമ്പറായും യോഗം തിരഞ്ഞെടുത്തു. യോഗത്തിൽ രാജീവ് നന്ദി പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ.
കണയം വെസ്റ്റ് ബോയ്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. വാവന്നൂർ ശ്രീപതി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സ്മിത ദാസ് ഉദ്ഘാടനം ചെയ്തു. ഓണക്കാലത്ത് മാത്രം ആക്റ്റീവ് ആകാറുള്ള പാസ്റ്റാണ് കേട്ടോ, പ്രസൻ്റ് അല്ല. ഓണക്കാലത്താണ് ക്ലബ്ബ് ആക്റ്റീവ് ആവാറുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഓണക്കാലത്ത് മാത്രം അല്ലെങ്കിൽ ഒരു ആഘോഷവേളകളിൽ മാത്രം പ്രവർത്തിക്കേണ്ട ഒന്നല്ല ക്ലബ്ബ് എന്നും അതിന് നാടിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും വികസന പ്രവർത്തനങ്ങളിലും ദുരന്തമുഖത്തുമൊക്കെ അതിന് ചെയ്യാൻ ഒട്ടേറെ കർത്തവ്യങ്ങളുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് അതിൻ്റെ ഗതി മാറ്റി ഒഴുകുന്ന ഈ ഒരു സമയത്തിലേക്ക് അതിൽ പങ്കെടുക്കാനായതിൽ വളരെയേറെ സന്തോഷമുണ്ട്. രാജീവ് കാവുങ്ങൽ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ ക്ലബ് പ്രസിഡന്റ് സുബ്രഹ്മണ്യൻ അധ്യക്ഷനായി. ജയകൃഷ്ണൻ കാവുങ്ങൽ, ക്ലബ് ജനറൽ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ കളരിക്കൽ, ട്രഷറർ ജയരാജ് കാവുങ്ങൽ, വൈസ് പ്രസിഡന്റ് സാബുമോൻ, ജോയിന്റ് സെക്രട്ടറി സന്തോഷ് ചെമ്മംകുന്നത്ത്, രക്ഷാധികാരിമാരായ ഉണ്ണികൃഷ്ണൻ കൂരിയിൽ, ബാലകൃഷ്ണൻ കാവുങ്ങൽ തുടങ്ങിയവർ പരിപാടിക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു. പരിപാടിയിൽ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ഉപഹാരം നൽകി അനുമോദിച്ചു. തുടർന്ന് കുലുക്കല്ലൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ സുനിൽകുമാറിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി ബോധവൽക്കരണ ക്ലാസും നടന്നു. പരിപാടിയിൽ വെച്ച് വിവിധ ക്ലാസുകളിൽ പഠിക്കുന്ന 114ഓളം വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, ഷൊർണൂർ. പണ്ട് പുഞ്ചപാടങ്ങളാൽ സമൃദ്ധമായ ഇടമായിരുന്നു തൃശൂർ ചാവക്കാട് മണത്തല. പതിറ്റാണ്ടുകൾക്ക് മുൻപ് സ്ഥാപിച്ച ഖരമാലിന്യ പ്ലാന്റ് ഇന്ന് നാടിനെ ആകെ മലിനമാക്കി. മാലിന്യ സംസ്കരണം ശാസ്ത്രീയമായ രീതിയിൽ നടക്കാതായതോടെ ഇന്നൊരു നാടാകെ ദുരിതത്തിലാണ്. മഴക്കാലമായതോടെയാണ് ദുരിതം ഇരട്ടിയായത്. ഒരു മഴ പെയ്താൽ വീട്ടുമുറ്റത്തേക്ക് മലിനജലത്തിനൊപ്പം പുഴുക്കൾ വരെ ഒഴുകിയെത്തും. ഇതുമൂലം പലവിധ ത്വക്ക് രോഗങ്ങളാൽ നിസ്സഹായരായി കഴിയുകയാണ് പ്രദേശവാസികൾ. ചാവക്കാട് നഗരസഭ മണത്തല ഐനിപ്പുള്ളിയിലാണ് ഖരമാലിന്യ സംസ്കരണ കേന്ദ്രം പ്രവർത്തിക്കുന്നത്. പതിറ്റാണ്ടുകൾക്ക് മുൻപ് തുടങ്ങിയ പ്ലാന്റിന്റെ പ്രവർത്തനം ശാസ്ത്രീയമല്ലാതായതോടെ മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുകയായിരുന്നു. ജനങ്ങളുടെ പ്രതിഷേധങ്ങൾക്കൊടുവിൽ പ്ലാന്റിനോട് ചേർന്ന സ്ഥലത്തേക്ക് മാലിന്യങ്ങൾ മാറ്റി വേർതിരിച്ച് സംസ്കരിക്കുമെന്ന് പ്രഖ്യാപിച്ചു. പക്ഷേ 1.5 വർഷം കഴിഞ്ഞിട്ടും മാലിന്യം കെട്ടിക്കിടക്കുന്നതല്ലാതെ സംസ്കരണം മാത്രം ഉണ്ടായില്ല. മഴക്കാലമായതോടെ ദുരിതം പേറി ജീവിക്കേണ്ട അവസ്ഥയാണ് സംസ്കരണ കേന്ദ്രത്തിനോട് ചേർന്ന് താമസിക്കുന്ന പരിസരവാസികൾക്കുള്ളത്. പരിസരവാസികളായ വൃദ്ധരും സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ഒരു വിഭാഗത്തിനെ രോഗശയ്യയിലേക്ക് തള്ളിവിടുകയാണ് ഇവിടം. അടിസ്ഥാന ആവശ്യമായ ശുദ്ധവായുവും വെള്ളവും പോലും മലിനമായി. സ്വന്തം ജീവിതാന്തരീക്ഷം ചാവക്കാട് നഗരസഭയുടെ അനാസ്ഥ മൂലം ഒരു തലമുറയ്ക്ക് കൈവിട്ടു പോവുകയാണ്. ഇവിടെയുള്ള അടുത്തുള്ള എല്ലാ വീട്ടുകാർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം മഴ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും സ്കിൻ അലർജി കാര്യങ്ങൾ, അതുപോലെ തന്നെ ഭക്ഷണം നേരെ കഴിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളാണ്. ഇപ്പോൾ നഗരസഭ മുൻകൈയെടുത്തപ്പോൾ പുതിയൊരു പ്ലാന്റും കൂടി ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. ആ പ്ലാന്റിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ആ ചപ്പുചവറ് മൊത്തം പുറത്തേക്ക് ഇട്ടത്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഈ ചപ്പുചവറ് മൊത്തം പുറത്തേക്ക് ഇട്ടിട്ട് ഇപ്പോൾ ഒരു 1.5 വർഷത്തോളമായി. ബയോമൈനിങ് എന്നൊരു പ്രോസസ്സ് നടക്കുന്നതാണ് അവർ പറയണത്. പക്ഷേ ഇതുവരെയായിട്ട് അതിൻ്റെ ഒരു ഫലങ്ങളും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അതിൻ്റെയാണ് ഇപ്പോൾ ഏറെ ബുദ്ധിമുട്ട് നമ്മളെല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഞങ്ങൾക്ക് ഇവിടുന്ന് പോകണം എന്നൊന്നും ഞങ്ങൾ പറയാൻ പറ്റില്ല. കാരണം ഇനി ഇതിനൊന്നും വേറെ മാർഗ്ഗമില്ല. പക്ഷേ ഞങ്ങൾക്ക് ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്ത് കിട്ടണം. മഴ മൂലം കെട്ടി നിൽക്കുന്ന മലിനജലം ഒഴുക്കിവിടുന്നത് പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്നുകൊണ്ടിരിക്കുന്ന സുന്ദരമായ മത്തിക്കായലിലേക്കാണെന്നതും മറ്റൊരു വിരോധാഭാസമാണ്. അധികൃതർ ഇടപെട്ട് ദുരിതജീവിതത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. നിരവധി അംഗീകാരങ്ങൾ സ്വന്തമാക്കിയ മരം എന്ന ഹ്രസ്വചിത്രത്തിന്റെ പ്രദർശനം തൃശൂരിലെ കുന്നംകുളം പിസാറ്റ് കോളേജിൽ നടന്നു. സ്ത്രീ ശാക്തീകരണത്തിന്റെയും ലൈംഗിക വിദ്യാഭ്യാസത്തിന്റെയും സന്ദേശമാണ് മരം എന്ന ലഘു സിനിമ മുന്നോട്ട് വയ്ക്കുന്നത്. സ്ത്രീ ശാക്തീകരണത്തിന്റെയും ലൈംഗിക വിദ്യാഭ്യാസത്തിന്റെയും സന്ദേശമാണ് മരം എന്ന ലഘു സിനിമ മുന്നോട്ട് വയ്ക്കുന്നത്. പിസാറ്റ് കോളേജിൽ നടന്ന ഷോർട്ട് ഫിലിം പ്രദർശനത്തിന്റെ ഉദ്ഘാടനം സിനിമാ നിർമ്മാതാവ് നെൽസൺ ഐപ്പ് നിർവഹിച്ചു. ഓരോ ആൾക്കാർക്കും സിനിമയുടെ ഇന്റേണലായിട്ട് പ്രവർത്തിക്കുന്ന എല്ലാ ടെക്നീഷ്യനും, ഇപ്പോൾ എഡിറ്റർ പണി എന്താ വെച്ചാൽ ഞങ്ങളൊക്കെ ഷൂട്ട് ചെയ്തത് എഡിറ്റ് ചെയ്ത് കളയാം, ഡയറക്ടർക്ക് ഇത് ഇങ്ങനെ എടുത്ത് കൂട്ടുക, അതൊക്കെയാണ് നമ്മുടെ സിനിമയുടെ ഒരു ഉള്ളടക്കം. അതുപോലെ DOP ഇങ്ങനെ ഇങ്ങനെ കൂട്ടും. DOP എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോട്ടോഗ്രാഫർ, അതായത് വീഡിയോമാൻ, ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കൂട്ടും. അത് എഡിറ്റർ എടുത്ത് കൊണ്ടുപോയാൽ എഡിറ്റർ കംപ്ലീറ്റ് കട്ട് ചെയ്ത് കളയും, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട്. അതുപോലെ റൈറ്റർ, നല്ല കഥ ഉണ്ടെങ്കിലാണ് ജനങ്ങൾ കാണുള്ളൂ. കോളേജ് മാനേജിംഗ് ഡയറക്ടർ സുനിൽ, പ്രിൻസിപ്പലും ഡയറക്ടറുമായ ലീന സുനിൽ,
HOD മൃദുല, അധ്യാപിക അസിത തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ ഹ്രസ്വചിത്രത്തിലെ അഭിനേതാക്കളും അണിയറ പ്രവർത്തകരും കോളേജ് അധ്യാപകരും വിദ്യാർത്ഥികളും പങ്കെടുത്തു. ഹ്രസ്വചിത്രത്തിന്റെ പ്രദർശനത്തിനു ശേഷം നടന്ന ചർച്ചയ്ക്ക് എഴുത്തുകാരനും സംവിധായകനുമായ സുകുമാരൻ നേതൃത്വം നൽകി. ദേശീയ അന്തർദേശീയ ചലച്ചിത്രമേളകളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മരം എന്ന ഹ്രസ്വചിത്രം ലൈംഗിക വിദ്യാഭ്യാസത്തിന്റെയും സ്ത്രീ ശാക്തീകരണത്തിന്റെയും പ്രസക്തിയിലേക്ക് വിരൽ ചൂണ്ടുന്നു. വാഗമണ്ണിലും കൊച്ചിയിലുമായി ചിത്രീകരിച്ച ചിത്രം തിരക്കഥയൊരുക്കി സംവിധാനം ചെയ്തത് പരസ്യ കലാകാരൻ M. സജീഷാണ്. പിക്കാസ് മൂവി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ PK അബ്ദുൽ അസീസ് നിർമ്മിച്ച ചിത്രത്തിന് ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് T. ഷമീർ മുഹമ്മദാണ്. ഐജു അഞ്ജു, ഇബ്രു മുഹമ്മദ്, മേരി തോമസ്, ഐഷ ബിൻത് റഹ്മാൻ, സുനിൽ ഓംകാർ, യുനൂസിയോ, സുഹൈൽ സുൽത്താൻ, പൂജ പ്രേം, കലാസംവിധാനം മിൽക്ക് ബോട്ടിൽ, അപ്പോയ്, മാജിക് മാംഗോ തുടങ്ങിയവരാണ് പിന്നണിയിൽ പ്രവർത്തിച്ചത്. ഇത് ഇന്നത്തെ ജനറേഷൻ പെൺകുട്ടികൾ പല യാത്രാമധ്യയിലും വീട്ടിലും മറ്റ് സ്ഥലങ്ങളിലും അനുഭവിക്കുന്ന പ്രശ്നങ്ങളും അത് എങ്ങനെ ഫേസ് ചെയ്യാൻ സാധിക്കും, അതുപോലെ തന്നെ എങ്ങനെയാണ് നല്ലൊരു കുടുംബിനി ആകാൻ പെൺകുട്ടികൾക്ക് സാധിക്കുന്നത്, അതിന് വലിയൊരു പങ്കാണ് അമ്മമാർക്കുള്ളത്. അമ്മമാർ വളരെ ചെറുപ്രായത്തിൽ പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളുണ്ട്. അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോഴാണ് നല്ലൊരു സമൂഹത്തെ വളർത്തിയെടുക്കാനും അത് ഇന്ന് നാടിനെ ഉപകാരപ്പെടുന്ന തരത്തിൽ ആകാനും സാധിക്കുകയുള്ളൂ. അതിനുള്ള എല്ലാവിധ പോയിന്റ്സുകളും ഈ മരം എന്ന ഷോർട്ട് ഫിലിമിൽ ഉണ്ടായിരുന്നു. ധനു ദേവിക, നസീർ മുഹമ്മദ്, ചിത്ര പൈ, രമ്യ രഘുനാഥ്, ബേബി മീര മോഹൻദാസ്, മാനുവൽ ടി മലയിൽ തുടങ്ങിയവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പ്രധാന വാർത്തകൾ വീണ്ടും. മേയർ സുരേഷ് ഗോപി ബന്ധത്തിൽ കടുത്ത നിലപാടുമായി CPI. മുൻധാരണ പ്രകാരം കാലാവധി പൂർത്തിയാക്കിയ MK വർഗീസ് മേയർ പദവി ഒഴിയണമെന്ന് CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്. തൃശൂരിലെ തോൽവിക്ക് മേയറുടെ നിലപാടും കാരണമായെന്ന് വത്സരാജ്. തൃശൂരിൽ വീണ്ടും ആവേശം മോഡൽ പാർട്ടി നടത്താൻ ശ്രമം. 32 പേർ തൃശൂർ ഈസ്റ്റ് പോലീസിന്റെ പിടിയിൽ. പിടിയിലായത് കുപ്രസിദ്ധ ഗുണ്ട തീക്കാറ്റ് സാജന്റെ ബർത്ത്ഡേ പാർട്ടി ആഘോഷിക്കാനെത്തിയവർ. ശ്രമം പൊളിഞ്ഞത് ഇന്റലിജൻസിന്റെയും ഈസ്റ്റ് പോലീസിന്റെയും സമയോചിത ഇടപെടലിൽ. തൃശൂർ ഈസ്റ്റ് സ്റ്റേഷനും കമ്മീഷണർ ഓഫീസും ബോംബ് വെച്ച് തകർക്കുമെന്ന ഭീഷണി ഉയർത്തി ഗുണ്ട നേതാവ് തീക്കാറ്റ് സാജൻ. സംഭവത്തിൽ തൃശൂർ ഈസ്റ്റ് വെസ്റ്റ് സ്റ്റേഷനുകൾ സാജനെതിരെ കേസെടുത്തു. ചെറുതുരുത്തി കൊച്ചിൻ പാലത്തിന് സമീപം മധ്യവയസ്കയെ മരിച്ച നിലയിൽ കണ്ടെത്തി. ചെറുതുരുത്തി മേഖലയിൽ ഭിക്ഷാടനം നടത്തിവരുന്ന 50 വയസ്സുള്ള സെൽവിയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. മരണകാരണം വ്യക്തമല്ല. സംഭവത്തിൽ ചെറുതുരുത്തി പോലീസ് അന്വേഷണം ആരംഭിച്ചു. തൃശൂരിൽ മകൾ മരിച്ച വിവരമറിഞ്ഞ് തളർന്നു വീണ ചികിത്സയിലായിരുന്ന മാതാവ് മരിച്ചു. തൃശൂർ ചാവക്കാട് കടപ്പുറം സ്വദേശി 75 വയസ്സുള്ള നഫീസയാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസമാണ് മകൾ ആരിഫ മരിച്ചത്. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.